ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാന് ഞാൻ നടത്തിയ പൂജയാണ്. ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്. അതും വേലും ഭഗവാന്റെ വിഗ്രഹവും കൂടെയാണ്. ഓംവിളക്കുണ്ട്, ആറുമുഖ വിളക്കുണ്ട്. ഭഗവാന് മുന്നിൽ നല്ലെണ്ണ ഒഴിച്ച് ആറുമുഖ വിളക്ക് തെളിയിച്ചു. കൂടാതെ ഓംവിളക്ക് തെളിയിച്ചു, ധൂപം തെളിയിച്ചു. രണ്ട് വിളക്കിനും നല്ല മണമുള്ള മുല്ലപ്പൂവ് വെച്ചിട്ട് അലങ്കരിച്ചു. തുളസിപ്പൂക്കളും തെറ്റിപ്പൂക്കളും വെച്ച് അർച്ചന ചെയ്തു. നേദ്യമായി പഴുത്ത മാങ്ങയും തേനുമാണ് ഭഗവാൻ ഞാൻ അർപ്പിച്ചത്. ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പഴുത്ത മാങ്ങ. കൂടാതെ തേനും ഭഗവാൻ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നത് ഇത് രണ്ടുമാണ്. ചന്ദനത്തിരി, ധൂപം ഒക്കെ ഞാൻ കോൺ സാമ്പ്രാണി ഇതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും അലങ്കരിച്ചിരിക്കുന്നത് പളനിയിൽ മുരുകസ്വാമിയുടെ ഫോട്ടോയും തിരുച്ചെന്തൂർ മുരുകസ്വാമിയുടെ ഫോട്ടോയും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മുരുകൻ്റെ വിഗ്രഹവും വേലും ഓം വിളക്കുമാണ്. കൂടാതെ ആറുമുഖ വിളക്കിനെയും പുഷ്പങ്ങൾ അർപ്പിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ചന്ദനത്തിരി തെളിയിച്ചിട്ടുണ്ട്, ദശാംഗം പുകച്ചിട്ടുണ്ട്, കോൺ സാമ്പ്രാണി പുകച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ദൈവങ്ങൾക്കും പുഷ്പം റോസാപ്പൂ ഒക്കെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാന പൂജ മുരുകസ്വാമിക്കായതുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പൂജയ്ക്ക് ലക്ഷ്മി ദേവിയെയും ദേവിയുടെ വിഗ്രഹങ്ങളെയുമാണ് ഞാൻ ഇങ്ങനെ ആരാധിക്കുന്നത്. അല്ലാതുള്ള ദിവസങ്ങളിൽ അതാതു ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടും വിഗ്രഹം വെച്ചിട്ടും അവരെ പൂജിക്കാറുണ്ട്. വേൽമാറലോ സ്കന്ദഷഷ്ടി കവചമോ എനിക്ക് പൂർണ്ണമായിട്ട് ചൊല്ലാൻ ഇന്ന് പറ്റിയില്ല. എങ്കിലും ഞാൻ തിരുത്തണിയിൽ ഉതുത്തരുളും ഒരുത്തന്മലൈ വിരുത്തനെന തുളത്തിലുറെ കരുത്തന്മയിൽ നടത്തും ഗുഹൻ വേലെ എന്ന അത്രയും വരികൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ഈ പൂജ നടത്തിയത്. എപ്പോഴും ഞാൻ അങ്ങനെയാണ്. ബാക്കി ഒരുപാടുണ്ട് വായിക്കാൻ, പക്ഷേ അത് എനിക്ക് കാണാതറിയില്ല. അപ്പോൾ ഇത്രയും ജപിച്ചുകൊണ്ടാണ്. പിന്നെ ഓം ശരവണ ഭവ ശരവണ ഭവ ശരവണ ഭവ ശരണം, മുരുകസ്വാമിക്ക് ഹരഹരോ ഹരഹര, വേലായുധസ്വാമിക്ക് ഹരഹരോ ഹരഹര, പളനിയാണ്ടവർ ഹരഹരോ ഹരഹര, തിരുച്ചെന്തൂർ മുരുകസ്വാമിക്ക് ഹരഹരോ ഹരഹര, ഹരിപ്പാട് മുരുകസ്വാമിക്ക് ഹരഹരോ ഹരഹര. ഇങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടാണ്. പഴുപ്പത്തൂർ മുരുകസ്വാമിക്ക് ഹരഹരോ ഹരഹര, മേൽപ്പഴനി മുരുകസ്വാമിക്ക് ഹരഹരോ ഹരഹര. അങ്ങനെ എനിക്കറിയാവുന്ന മുരുകൻ്റെ ക്ഷേത്രങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ് ഹരഹരോ പറഞ്ഞിട്ടാണ് ഞാൻ ഭഗവാന് പൂജ സമർപ്പിക്കാറുള്ളത്. തേനും മാമ്പഴവുമാണ് നേദ്യമായി വെച്ചിരിക്കുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കളാണ് തേനും മാമ്പഴവും. അപ്പോൾ നാളെ പഞ്ചമി പൂജയെക്കുറിച്ചുള്ള വീഡിയോ ഇതിൻ്റെ പുറകിൽ തന്നെ ഇട്ടേക്കാം. വരാഹി ദേവിക്ക് ചെയ്യേണ്ട ലെറ്റർ, വരാഹി ദേവിക്ക് ചെയ്യേണ്ട ഉപ്പു ദീപം, ദേവിക്ക് ചെയ്യേണ്ട നമ്മുടെ കരിപ്പെട്ടി ദീപം, ഇത് മൂന്നിനെയും കുറിച്ച് ഇപ്പം തന്നെ ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നതാണ്. ദയവ് ചെയ്ത് വീഡിയോസ് എല്ലാവരും മുഴുവനായി കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ വളരുകയുള്ളൂ. എനിക്ക് നിങ്ങൾക്കായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ഓപ്ഷനും ഒക്കെ കിട്ടുന്നത് ഈസി ആയിട്ട് അതിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് നമ്മുടെ ഒപ്പം വേണം. അപ്പോൾ ഇന്ന് ഈ ചൊവ്വാഴ്ച മുടങ്ങിയിട്ടുള്ളവർ ഇനി വരുന്ന ചൊവ്വാഴ്ചകൾ ഈ തരത്തിൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുവാനും ധൂപ ആരതി നൽകി ഒരു നേദ്യവും നൽകി ധൂപ ആരതി നൽകാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരമാവും. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓം ശരവണ ഭവ ഷൺമുഖായ നമഃ. ഓം ശരവണ ഭവ ഷൺമുഖായ നമഃ. ഓം ശരവണ